ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഹോൾഡിംഗ് കമ്പനി പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി പ്രോബ്ലത്തിൽ നമ്മൾ ഏതാനും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കോസ്റ്റ് ഓഫ് കൺട്രോള് ഓർ ഗുഡ് വില് കാണാനായിട്ട്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ ഗുഡ് വില് കാണാനായിട്ട് നമ്മൾ പഠിച്ചു. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ മ്യൂച്വൽ ആക്സെപ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബിൽസ് പേബിൾസ് സെറ്റിൽ ചെയ്യുന്നതും ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ സെറ്റിൽ ചെയ്യുന്നതും അത് നമ്മൾ പഠിച്ചു. പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്, റീവാലുവേഷൻ പ്രോഫിറ്റ്, അസറ്റ്സിൽ ഉണ്ടാകുന്ന റീവാലുവേഷൻ പ്രോഫിറ്റും ലോസും വരുമ്പോൾ അത് എങ്ങനെ വേണം നമ്മൾ പുതിയ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരുമ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് ബോണസ് ഇഷ്യൂവിൻ്റെ കാര്യത്തിലാണ്. ഷെയർസിൻ്റെ കാര്യത്തിൽ ബോണസ് ഇഷ്യൂ അത് രണ്ട് രീതിയിൽ നമ്മൾ നോക്കി. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റും റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റും നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പഠിച്ചത് റീവാലുവേഷൻ ഓഫ്, അതായത് അക്വയറിംഗ് ഡേറ്റിൽ ഹോൾഡിംഗ് കമ്പനി അസറ്റ്സും ലയബിലിറ്റീസും സബ്സിഡിയറി കമ്പനിയുടെ ഒന്നുകൂടെ റീവാലുവേയിൽ നിന്ന് നമുക്ക് അസറ്റിൻ്റെ അകത്ത് ഇൻക്രീസും ഡിക്രീസും ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോണസ് ഷെയർസാണ്. ബോണസ് ഷെയർസ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ശരിക്കും ഡിവിഡൻ്റാണ്. ഡിവിഡൻറ്റ്. അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ്? ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനി അവരുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യും. ഇപ്പം 3 ടൈപ്പ് ഓഫ് ഡിവിഡൻറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ 3ആയിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് ഫൈനൽ ഡിവിഡൻ്റാണ്, ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറയും. അത് 2 രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒന്ന്, ഡിവിഡൻറ്റ് സബ്സിഡിയറി കമ്പനി കൊടുക്കുന്നത് ആർക്കാണ്? ഹോൾഡിംഗ് കമ്പനി. സബ്സിഡിയറി കമ്പനിയുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും? ഹോൾഡിംഗ് കമ്പനി. കാര്യം ഇത് അക്വയർ ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് ആർക്കാണ്? മെജോറിറ്റി പോർഷൻ ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി റിസീവ് ചെയ്യുന്നത് എപ്പോഴും അവരുടെ ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോയിൽ വേണം അവർ റിസീവ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ. അതിൻ്റെ ബേസിലാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ്. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ, അത് ബോണസിൻ്റെ കേസായാലും ഡിവിഡൻറ്റിൻ്റെ കേസായാലും, ആ ഒരു ബേസിൽ തന്നെ അതിൻ്റെ എഫക്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഡിവിഡൻറ്റ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് 2 രീതിയിൽ സബ്സിഡിയറി കമ്പനിയുടെ പ്രോഫിറ്റിനെ 2ആക്കി കാണാം. ഒരു അസംഷനാണ്. ഒന്ന് പ്രീ അക്വസിഷൻ പ്രോഫിറ്റും, 2 പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റും. അപ്പോൾ ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് റിസീവ് ചെയ്യുന്ന ആരാണ്? ഹോൾഡിംഗ് കമ്പനിയാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനിൽ ഡിവിഡൻറ്റ് കഴിച്ചിട്ടുള്ള ഭാഗം, ഡിവിഡൻറ്റ് കൊടുക്കുന്നത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡിവിഡൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ, അത് കൂടുതലും ഡിവിഡൻറ്റ് കൊടുക്കുന്ന ഏതാണ്? ഫ്രീ റിസർവിൽ നിന്നാണ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്നാണ്. ഡിവിഡൻറ്റൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും പി ആൻഡ് എൽ, ഫ്രീ റിസർവിനെ നമുക്ക് വിളിക്കാം പി ആൻഡ് എൽ എന്ന് വിളിക്കാം. പി ആൻഡ് എൽ നിന്നാണ് ശരിക്കും ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി കമ്പനിയിലുള്ള ഫ്രീ റിസർവിൻ്റെ ഡിവിഡൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി ഭാഗം വേണം നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ.
ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ആരാണ് റിസീവ് ചെയ്യുന്നത്? ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ട്രീറ്റ്മെൻറ്റ്, ഇതിന് 2 ട്രീറ്റ്മെൻറ്റാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ 2 ട്രീറ്റ്മെൻറ്റാണ്. ശരിക്കും ഈ കിട്ടുന്ന ഡിവിഡൻഡ് ഹോൾഡിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ക്രെഡിറ്റ് ആവേണ്ട ഒരു ഐറ്റമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്, ഇറ്റ്സ് ആൻ അസറ്റ്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇനി നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപയാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര ഷെയർസിലാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ എടുക്കണം. കോസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? മൊത്തവും എത്ര ഷെയറിലാണ് ചിലവാക്കിയത്, ആ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ചിലവാക്കി, അത് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതും. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഇന്നർ കോളത്തിൽ എഴുതും. അതിൻ്റെ കൂടെ നമ്മൾ കിട്ടിയ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഷെയർ അല്ലേ, പിന്നെ നമുക്ക് റീവാലുവേഷനിൽ നിന്ന് കിട്ടിയ ബെനഫിറ്റ്സ്, ഡിപ്രിസിയേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നീട് നമുക്ക് ഈ കിട്ടിയ ഡിവിഡൻറ്റ് അതും കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വയറിങ് ഷെയർസിന് ഇത് കുറയ്ക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോൾഡിംഗ് കമ്പനിക്ക് അത് എഫക്റ്റായി കഴിയും. ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ അത് എഫക്റ്റായി കഴിയും. ഇനി വീണ്ടും നമ്മൾ അത് റവന്യൂ പ്രോഫിറ്റ് കാണുമ്പോൾ വീണ്ടും ആ ഡിവിഡൻഡ് റിസീവ് ചെയ്ത എമൗണ്ട് റവന്യൂ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ആ പറയുന്ന ആ ഒരു കിട്ടിയ ഡിവിഡൻഡ് ശരിക്കും നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ എടുത്തു. അപ്പോൾ നമുക്ക് ഏതിൽ നിന്ന് കുറയ്ക്കണം? റവന്യൂ പ്രോഫിറ്റിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റിസർവിൽ നിന്നും അല്ലെങ്കിൽ P&L നിന്നും നമ്മൾ ഈ ഡിവിഡൻഡിനെ നമ്മൾ കുറയ്ക്കാം. ഇതാണ് നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ കേസിൽ നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലാണെങ്കിൽ ഇവിടെ കോസ്റ്റ് ഓഫ് കൺട്രോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ ഡയറക്റ്റായിട്ട് റവന്യൂ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം, റിസർവിൻ്റെ കൂടെ അല്ലെങ്കിൽ P&L കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡിൻ്റെ കേസിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണോ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണോ കൊടുക്കുന്നതെന്ന് നോക്കുക. ഇനി ഡിവിഡൻഡിന് 2 ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഒന്ന് അടുത്തത് വരുന്നത് പ്രപ്പോസ് ഡിവിഡൻഡ്, പിന്നെ ഇൻറ്ററിം ഡിവിഡൻഡ്. അത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇല്ലസ്ട്രേഷൻ 3 നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റിൽ ഇല്ലസ്ട്രേഷൻ 3 ഒന്ന് നോക്കി. ഫ്രം ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ബിഗ് ലിമിറ്റഡ് ആൻഡ് ഇറ്റ് സബ്സിഡിയറി സ്മോൾ ലിമിറ്റ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഞാനിത് ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാര്യം അപ്ലോഡ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുക. അതിനു മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് എത്ര ഷെയറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുക. അപ്പോൾ ടോട്ടൽ ഷെയറിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ സ്മോൾ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി കമ്പനീൻ്റെ ഷെയറിൻ്റെ ഡിനോമിനേഷൻ നോക്കിയാൽ മതി. 2 lakh ഡിവൈഡ് ബൈ 20 അല്ലേ. അപ്പോൾ അതിൽ 10,000 ഷെയർസാണ് നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം. അപ്പോൾ അതിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? 7,500 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 7,500 to 2,500. അതാണ് അവരുടെ ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ കാണാൻ പറ്റും. The profit and loss account balance and reserve of small limited were 45,000. Okay. Profit and loss account balance reserves of small limited തന്നിട്ടുണ്ട് 45,000 40,000. When its shares were acquired by Big Limited on 1/1/2014. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ജനുവരി ടു ഡിസംബർ ആണ്.
അക്വയർ ചെയ്യുന്ന സമയത്ത് പിയാൻഡലും റിസർവും സ്മോൾ ലിമിറ്റഡിൻ്റെ 45,000 പിയാൻഡലും 40,000 റിസർവും ഉണ്ടായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ഓർ പിയാൻഡൽ. അപ്പം 45,000 രൂപ പിയാൻഡലിലും ഉണ്ടായിരുന്നു, 40,000 രൂപ റിസർവിലും ഉണ്ടായിരുന്നു. ഓക്കെ, അത് ജനറൽ റിസർവാണ് റിസർവ് എന്ന് പറയുന്നത്. ഫ്രീ റിസർവ് എന്ന് പറയുന്നത് പിയാൻഡലാണ്. Respectively, when its shares were acquired on Big Limited on 1/1/2014. The profit and loss account of Big Limited include a dividend at the rate of 12.5. ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ലിമിറ്റഡിൻ്റെ പിയാൻഡലിലേക്ക് 12.5% റിസീവ്ഡ് ഫ്രം സ്മോൾ ലിമിറ്റഡ്. സ്മോൾ ലിമിറ്റഡിൽ നിന്നും റിസീവ് ചെയ്ത എമൗണ്ട് കിടപ്പുണ്ട് ഓൺ 1st April ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ ഇയർ 2013. 2013 അക്വയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ആയ ബിഗ് ലിമിറ്റഡിൽ 12.5% റിസീവ്ഡ് ഫ്രം സ്മോൾ ലിമിറ്റഡ് ഓൺ 1st April. അതായത് 1st April റിസീവ് ചെയ്ത ഡിവിഡൻറ്റും കൂടെ കിടപ്പുണ്ട്. The bill accepted by Small Limited are all in favor of Big Limited, which the company has discounted ₹20,000 of them. അപ്പം സ്മോൾ ലിമിറ്റഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ല്, അതായത് ബിൽസ് റിസീവബിൾ ഓഫ് ബിഗ് ലിമിറ്റഡിൻ്റെ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്ത് എത്രയാണ്? 20,000 ആണ്. സൺഡ്രി അസറ്റ്സ് ഓഫ് സ്മോൾ ലിമിറ്റഡ് ആർ അണ്ടർ വാല്യൂഡ് ബൈ 20,000. അസറ്റ്സ് അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ട് 20,000 ആണ്. അതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മളത് ചെയ്തിട്ടില്ല. അണ്ടർ വാല്യൂ ചെയ്തു വരുന്ന ഒരു അസറ്റിൻ്റെ വില തന്നിട്ടുണ്ട്. സൺഡ്രി അസറ്റ്സ് 20,000. ദ സ്റ്റോക്ക് ഓഫ് ബിഗ് ലിമിറ്റഡ് ഇൻക്ലൂഡ് 50,000 ബോട്ട് ഫ്രം സ്മോൾ ലിമിറ്റഡ് അറ്റ് എ പ്രോഫിറ്റ് ടു ദ ലേറ്റർ ഓഫ് 20% ഓൺ സെയിൽസ്. അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ കുറിച്ചാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലൂ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഓഫ് സബ്സിഡിയറി കമ്പനി 31/12/2014 rupees 1,20,000 given. Profit on 1/1/2014 when holding company acquire shares 45,000. അതായത് 1,20,000 രൂപ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ സബ്സിഡിയറി കമ്പനിയുടെ P&L ബാലൻസ് വന്നിരുന്നെങ്കിൽ അത് 1/1/2014 ബിഗിനിങ് ഓഫ് ദ ഇയറിൽ അത് അക്വയർ ചെയ്യുന്ന സമയത്ത് 45,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റാണ്. അതിൽ നിന്ന് സബ്സിഡിയറി കമ്പനി ഡിക്ലെയർ ചെയ്തേക്കുന്ന എത്രയാണ്? 12.5% ഓഫ് 2 lakh. ടോട്ടൽ ഷെയർസിൻ്റെ 12.5 ഇക്വിറ്റി ഷെയർസിൻ്റെ 12.5% ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്, അതായത് 25,000. ദെയർഫോർ ദ ബാലൻസ് ലെഫ്റ്റ് ഓഫ് പ്രീ അക്വസിഷൻ പ്രോഫിറ്റ്. ബാക്കിയുള്ള 45,000-ൽ 20,000 രൂപ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സിൻസ് ദ ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ഓഫ് സ്മോൾ ലിമിറ്റഡ് ദറ്റ് വാസ് അപ്പം എറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ 1,20,000 പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ടോട്ടൽ സിൻസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് സ്മോൾ ലിമിറ്റഡ് ഓൺ 31/12/2014 ഈസ് 1,20,000. ദ പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ rupees 1 lakh. അപ്പം ബാലൻസ് എത്രയാണ്? 1 lakh ആണ് ആ വർഷം പിന്നീട് അച്ചീവ് ചെയ്ത പ്രോഫിറ്റ്. അപ്പോൾ 1 lakh minus 20, ദിസ് ഇസ് ദ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ 1,00,000 രൂപയാണ് പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ 7,500 ടോട്ടൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? 3/4 വരും. ഔട്ട് ഓഫ് 25,000 declared as dividend on 1st April, Big Limited received 3/4 12,750 രൂപ റിസീവ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഡിവിഡൻഡ് ഷെയർ ചെയ്ത് പോകുന്നത് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോയിൽ തന്നെയാണ് കേട്ടോ. അപ്പം ടോട്ടൽ 25,000 12,750 രൂപ ആഡഡ് along with the profit adjustment. So you have to deduct that amount from P&L balance it's limited and transfer to the capital reserve because it is capital profit. As far as outside shareholders are concerned, no adjustments is necessary since they receive a dividend in cash. Okay. അപ്പോൾ ഗുഡ് വിൽ നമ്മൾ ആദ്യത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് ആൻഡ് മൈനോറിറ്റി റേഷ്യോ നമ്മൾ കണ്ടു. നമ്മൾ സാധാരണ നമ്മൾ ചെയ്തതുപോലെ ഉള്ള
മെത്തേഡിൽ തന്നെ വേണം ചെയ്യാൻ. ആദ്യമേ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, പിന്നീട് റവന്യൂ പ്രോഫിറ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് കൺട്രോള്, പിന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ടെക്സ്റ്റിൽ അവരിപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് വിൽ ഓർ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആദ്യം പറഞ്ഞിരിക്കുന്നു. കോസ്റ്റ് ഓഫ് ഷെയർസ് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 1,88,750 അതിൻ്റെ ശരിക്കും 7,800 ഷെയറിൻ്റെ വിലയാണ്. അതിന് അവർ കോസ്റ്റ് അത്രയും ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫേസ് വാല്യൂ വന്നിട്ട് എത്ര വരും? 7,500 × 1,50,000 വരും. ഡിവിഡൻറ്റ് 25,000 3/4 18,750 രൂപ. പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് ബാക്കിയുള്ള എമൗണ്ടില്ല. മൊത്തം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ള എമൗണ്ട് 40,000-ൽ 25,000 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ്? 15,000 രൂപ. അത് പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൽ പോയി. പിന്നെ ബാക്കി 20,000-ൻ്റെ 15,000 രൂപ. പിന്നെ 3/4 ഓഫ് റിസർവ് 40,000-ൻ്റെ റിസർവ് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നിട്ടുണ്ട്. അതിൻ്റെ 3/4 എത്രയാണ്? 40,000-ൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 30,000. പിന്നെ റിവാലുവേഷൻ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് 20,000 × 3/4. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സൺട്രി അസറ്റ് സ്മോളർ അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും എഴുതി വെച്ചണം. ഒരു അസറ്റ് അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഹോൾഡിംഗ് റേഷ്യോയിലും മൈനോറിറ്റി റേഷ്യോയിലും തന്നെ എടുക്കണം. അതിൻ്റെ ഹോൾഡിംഗ് റേഷ്യോ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വില്ലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കാര്യം വെച്ചാൽ അത് അണ്ടർ വാല്യൂ ചെയ്തതല്ലേ. അപ്പം നമുക്ക് പുതിയ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അത് ആഡ് ചെയ്യണം. ഓവർ വാല്യൂ ചെയ്താൽ ലെസ് ചെയ്യണം, അണ്ടർ വാല്യൂ ചെയ്താൽ ആഡ് ചെയ്യണം. പ്രത്യേകം നോട്ട് ചെയ്തോണം. ഒരു അസറ്റ് റിവാലുവേഷൻ ചെയ്ത് വരുമ്പോൾ ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യണം, അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യണം, ഓവർ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ക്യാപിറ്റൽ റിസർവാണ് കിട്ടിയത്. പിന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഫേസ് വാല്യൂ 50,000, ഷെയർ ഫോർ പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് 1/4 ഓഫ് 20,000 5,000, പ്രീ അക്വസിഷൻ റിസർവ് അതും എടുത്തു, പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് എടുത്തു, പോസ്റ്റ് അക്വസിഷൻ റിസർവ് എടുത്തു, റീവാലുവേഷൻ ഓഫ് പ്രോഫിറ്റും 1/4 ഞാൻ നേരത്തെ പറഞ്ഞ 1/4. അപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റായി. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി, അതിനകത്ത് 4 ലക്ഷമാണ് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ്. അതിനകത്ത് ഡിവിഡൻഡ് പെയ്ഡ് കുറയ്ക്കണം, ഷെയർ ഓഫ് പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യണം, സ്റ്റോക്ക് റിസർവ് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ 3/4 അതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 4,48,000 വരും. ഓക്കെ, ഡിവിഡൻഡ് ലെസ് ചെയ്ത് ഷെയർ ഓഫ് പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറച്ച് ബാക്കി 4,48,750 രൂപ. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. റിസർവ് ഗീവൺ തന്നിട്ടുണ്ട്, 1 ലക്ഷം തന്നിട്ടുണ്ട്. ആഡ് 3/4 ഓഫ് ദ പോസ്റ്റ് അക്വസിഷൻ റിസർവ്. പോസ്റ്റ് അക്വസിഷൻ റിസർവ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,15,000 വരും. പിന്നെ ഇതിൻ്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് ഇപ്പോഴത്തെ ചെയ്തിട്ടുള്ളത്. ബാക്കി അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ചെയ്യാനറിയാമല്ലോ, അത് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നേരിട്ട് വിളിക്കുക ഡൗട്ട്സ് തീർക്കുന്നതിന് വേണ്ടി. ഓക്കെ.